സ്വാഗതം. 50 മണി വാർത്ത ആരംഭിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ട്. ദുരന്തഭൂമിയായി കൊളംബിയ. മരണസംഖ്യ 250 അടുക്കുന്നു. 2700 പേരെ കാണാനില്ല. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇന്ത്യക്കും റഷ്യയ്ക്കുമിടയിലെ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുമോ? ഹോർമുസ് വെല്ലുവിളി മറികടക്കാൻ തന്ത്രപരമായ നീക്കത്തിന് റഷ്യ. പാകിസ്ഥാനിലൂടെയും അഫ്ഗാനിസ്ഥാനിലൂടെയും പദ്ധതിയിടുന്ന റെയിൽ പാതയ്ക്ക് വെല്ലുവിളികളേറെ. റഷ്യൻ എണ്ണ കരമാർഗമെത്തിയാൽ വില ഇനിയും കുറഞ്ഞേക്കും. ഡൊണാൾഡ് ട്രംപിനെതിരെ പുതിയ ആരോപണം. വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരെ കൊലയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ച് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. അപായത്തിൽ നിന്നും രക്ഷപ്പെട്ടവരിൽ മാധ്യമപ്രവർത്തകരും. വിവാദം നാറ്റോ ഉച്ചകോടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ. എയർഫോഴ്സ് വണ്ണിൽ നിന്ന് വിമാനം മാറിക്കയറിയ സംഭവം വിവാദത്തിൽ. ചെങ്കടലിൽ വീണ്ടും കപ്പൽ തകർത്ത് ഹൂതികൾ. 4 പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ തീരത്ത് പനാമ കപ്പലിന് നേരെയും ആക്രമണം. ഇന്ന് കർക്കിടക വാവ്. ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പിതൃതർപ്പണം. വാവുബലി അർപ്പിക്കാൻ ഭക്തജനത്തിരക്ക്. FCRA ഭേദഗതി ബില്ല് ഇന്ന് പാർലമെന്റിൽ വരില്ല. ബില്ല് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കേരളയെ കേരളമാക്കുന്ന പേരുമാറ്റ ബിൽ രാജ്യസഭയിൽ ഇന്ന്. വിവിധ വിഷയങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. സഭകൾ ഇന്നും പ്രക്ഷുബ്ധമാകും. കേരളത്തിന് ഉചിതമായ സമയത്ത് എയിംസ് ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ. നിലപാട് അറിയിച്ചത് കേരള MP മാരെ. ദീർഘകാല ആവശ്യം അടിയന്തരമായി അംഗീകരിക്കണമെന്ന് MP മാർ. കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് തിരുവനന്തപുരം കളക്ടർ. 300 മണിക്കൂർ വിവിധ സേനാ വിഭാഗങ്ങൾ തെരച്ചിൽ നടത്തി. ഷിജിന്റെയും ജോണിന്റെയും കുടുംബത്തിന് പരമാവധി നഷ്ടപരിഹാര തുക നൽകും. തെരച്ചിൽ സംബന്ധിച്ച തുടർ തീരുമാനം ഉടൻ. ജില്ലാ ഭരണകൂടം സമയോചിതമായി ഇടപെട്ടെന്നും അനുകുമാരി IAS. തിരുവനന്തപുരത്ത് ചിലയിടങ്ങളിൽ നാളെ വെള്ളം മുടങ്ങും. നിയന്ത്രണം. പ്ലാന്റുകളിലെ വാൽവുകളുടെ അറ്റകുറ്റപ്പണി കാരണം. പേരൂർക്കട ഒബ്സർവേറ്ററി, ഐരാണിമുട്ടം ടാങ്കുകളിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെടും. ജലവിതരണം പുനഃസ്ഥാപിക്കുക മറ്റന്നാൾ ഉച്ചയ്ക്ക്. പാർലമെന്റ് മണ്ഡല പുനർനിർണയത്തിനെതിരെ തമിഴ്നാട് നിയമസഭയിൽ ഇന്ന് പ്രമേയം. സീറ്റുകളുടെ എണ്ണം മാറ്റാനാകില്ലെന്ന് നിലപാട്. പ്രമേയം അവതരിപ്പിക്കുക മുഖ്യമന്ത്രി C. ജോസഫ് വിജയ്. 2029 പൊതു തെരഞ്ഞെടുപ്പിൽ 33% സ്ത്രീ സംവരണം വേണമെന്നും പ്രമേയത്തിൽ ആവശ്യം. ധനമന്ത്രിയുടെ തമിഴ് ഭാഷാ പരാമർശം വിവാദമാക്കി BJP. ആകാശച്ചുഴിയിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം പറത്തിയത് പൈലറ്റ് കഞ്ചാവ് ലഹരിയിൽ. ഗുരുതര വീഴ്ചയ്ക്ക് തെളിവ്. കഞ്ചാവ് ഉപയോഗിച്ചെന്ന് 2ാം പരിശോധനാ ഫലവും. വിമാനം ആകാശമധ്യേ പൊടുന്നനെ താഴ്ന്നത് 300 അടി. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഫുക്കറ്റ് ഡൽഹി വിമാനം. സംഭവം ഓഗസ്റ്റ് 4-ന്. കൊളംബിയ ഭൂകമ്പത്തിൽ മരണസംഖ്യ 241. മേഖലയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 2700ഓളം പേരെയാണ് ഇതുവരെ കാണാതായിരിക്കുന്നത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൂകമ്പമാണ് കൊളംബിയ നേരിടുന്നത്. വലിയ നാശനഷ്ടങ്ങളാണ്. ഇപ്പോഴും കൃത്യമായ കണക്കെടുപ്പുകൾ നടന്നിട്ടില്ല. പരിക്കേറ്റവരുടെ എണ്ണവും നിരവധിയാണ്.
മനു ഭരത്തുണ്ട്. മനു, കൊളംബിയയുടെ നഷ്ടം വളരെ വലുതാണ്. പുതിയ കണക്കെടുപ്പിൽ വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇനിയും എത്ര പേരെ കണ്ടെത്താനുണ്ട്? സജിത്ത്, 250 കടക്കുന്നു മരണസംഖ്യ എന്ന ആശങ്കയാണ് ഇപ്പോൾ പരക്കുന്നത്. കൂടുതൽ മരണസംഖ്യ ഉയർന്നേക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. 2700ഓളം പേരെ കാണാനില്ല. 1650ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ സാഹചര്യം ഉണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു കുഞ്ഞിനെ ഇപ്പോൾ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു എന്ന ചില ആശ്വാസ ദൃശ്യങ്ങൾ കൂടി കൊളംബിയയിൽ നിന്ന് വരുന്നുണ്ട്. ഏതായാലും കൊളംബിയയുടെ പ്രസിഡന്റ് അബെലാർഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലാണ് എന്ന തരത്തിൽ ഇതിനെ കാണുന്നു. പ്രദേശത്ത് എത്തിയിരിക്കുന്നു. ആർമി അതുപോലെ ഈ സ്നിഫർ നായ്ക്കളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പരിശോധന നടത്തുകയാണ്. പരമാവധി ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഉള്ള ശ്രമമാണ്. ഈ ഭൂകമ്പം ഉണ്ടായതിന് ശേഷം 40 മണിക്കൂറോളം ആകുന്നു. അപ്പോഴും ഇതിനടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന ആശങ്ക തന്നെയാണ് പടരുന്നത്. 7.4 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പമാണ് കൊളംബിയയിൽ ഉണ്ടായത്. കൊളംബിയയ്ക്ക് ഒരുപക്ഷെ പരിചിതമല്ലാത്ത തരത്തിലുള്ള വലിയൊരു ദുരന്തം എന്നാണ് ഇതിന് അവിടെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതിന് സന്നദ്ധ പ്രവർത്തകരും അതുപോലെ സർക്കാർ ഏജൻസികളുമൊക്കെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. 2 പ്രധാന പട്ടണങ്ങൾ, പ്രത്യേകിച്ച് കെരേറിയയും അതുപോലെ തന്നെ കാലി പട്ടണത്തിലും ആണ് ഭൂകമ്പം ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വിതച്ചിട്ടുള്ളത്. ഈ അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ കുട്ടികൾ ഉണ്ട് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ആശങ്ക പരത്തുന്ന ഒരു കാര്യം. സ്വാഭാവികമായി ഇവരെ കണ്ടെത്താനൊക്കെയുള്ള തീവ്ര ശ്രമം നടത്തുന്നു. ഇനി അവിടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അങ്ങോട്ടേക്ക് മരുന്നും രക്ഷാപ്രവർത്തനങ്ങളും എത്തിക്കാനുള്ള വലിയ തയ്യാറെടുപ്പുകളാണ് ഇപ്പോഴും തുടരുന്നത്. സജിത്ത്, കൊളംബിയയുടെ ചിത്രം അതാണ്. അങ്ങേയറ്റത്തെ നാശനഷ്ടത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. വെല്ലുവിളി ഒട്ടും ചെറുതല്ല എന്നതാണ് സാഹചര്യം. മനോഭരത്ത് വിശദമാക്കുന്ന പോലെ ലോക സാഹചര്യങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നത് കൂടിയായി കൊളംബിയയിലെ ഭൂചലനം മാറുകയാണ്. മറ്റൊന്ന്, ആഗോള വ്യാപാര ഭൂപടത്തിൽ പുതിയൊരു മാറ്റത്തിന് കളമൊരുക്കിക്കൊണ്ടാണ് റഷ്യ പുതിയൊരു ആശയവുമായി രംഗത്ത് വരുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലെ സുരക്ഷാ ഭീഷണികളും കാരണം മറ്റൊരു പ്രതിസന്ധി നേരിടുന്ന റഷ്യ പുതിയൊരു ബദൽ സാധ്യത തേടുകയാണ്. മറ്റൊന്നുമല്ലത്, ഇന്ത്യയിലേക്ക് നേരിട്ടൊരു റെയിൽ പാത നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകളാണ് തേടുന്നത്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന രാജ്യം മാത്രമല്ല, മറിച്ച് ഏഷ്യയുടെ പ്രധാനപ്പെട്ട മേഖലകൾ കവർ ചെയ്യുന്ന രീതിയിൽ പുതിയൊരു കരമാർഗമുള്ള നീക്കമാണ്. അതിലൂടെ റഷ്യയുടെ എണ്ണസമ്പത്ത്, ഒപ്പം തന്നെ അവരുടെ ധാന്യസമ്പത്ത്, ഇതൊക്കെ ഏഷ്യൻ മേഖലകളിൽ വിപണനം നടത്തുന്നതിനാണ് നീക്കം. ഹോർമുസ് അടക്കമുള്ള വെല്ലുവിളികൾ മറികടക്കുന്നതുകൊണ്ടുള്ള ഒരു പുതിയ നീക്കത്തിനാണ് ഇത്തരമൊരു നീക്കമുണ്ടാവുന്നത്. റഷ്യൻ ഉപപ്രധാനമന്ത്രി മറാട്ട് ഖുസ്നുലിനാണ് ഈ ഒരു വലിയ പദ്ധതി ഔദ്യോഗികമായി തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ലോകത്തെ സുപ്രധാനമായ ചരക്ക് നീക്കപാതകളായ ഹോർമുസ് കടലിടുക്കും തുർക്കിയുടെ നിയന്ത്രണത്തിലുള്ള ബോസ്വറസ് കടലിടുക്കും നിലവിൽ വലിയ സുരക്ഷാ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കപ്പൽ ഗതാഗതത്തെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കുന്നതിനുള്ള ഒരു കരമാർഗ ഇടനാഴി, റെയിൽ ഇടനാഴി എന്നത് മോസ്കോയുടെ പരിഗണനയിലുള്ളത്. പക്ഷേ ഇത് കടന്നു പോവേണ്ടത് തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അതിന് വെല്ലുവിളികളേറെയാണ് എന്ന് മാത്രമല്ല, ഇതൊരു അതിമോഹ പദ്ധതിയാണ്. അതിനപ്പുറം ഇതിന് വലിയ സാധ്യതകളുണ്ടോ എന്ന സംശയം അന്താരാഷ്ട്ര രംഗത്തെ വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണ് ഈ പദ്ധതി, ഇതിൻ്റെ സാധ്യത? നമുക്ക് വിശദമായി നോക്കാം. വിനോദുണ്ട്. വിനോദ്, കേൾക്കുമ്പോൾ വലിയ സാധ്യതകളുള്ള ഒരു പാതയാണ്. അതായത് റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്ന ഒരു കരമാർഗമുള്ള പാത, ഒരു റെയിൽ പദ്ധതി. പക്ഷേ അത് കടന്നു വരേണ്ടത് തന്ത്രപ്രധാനമായ ചില രാജ്യങ്ങളിലൂടെയാണ്. എങ്ങനെ ഇത് സാധ്യമാകും? ഇന്ത്യയിലേക്ക് എത്തുന്ന ഒരു റെയിൽ പാതയെ പാകിസ്ഥാൻ അനുകൂലിക്കുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. എന്താണ് ഈ പദ്ധതി, ഇതിൻ്റെ സാധ്യത? സൈത്ത്, ദീർഘകാലാടിസ്ഥാനത്തിൽ പല രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്നതും എന്നാൽ വലിയ സാമ്പത്തിക ചെലവ് വരുന്നതുമായ ഒരു പദ്ധതിയാണ് ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത്. 2022 തന്നെ ഇത് സജീവമായി ചർച്ചയിൽ വന്നതാണ്. പിന്നീട് അത് ആ ചർച്ചകൾ ഇടയ്ക്ക് അവസാനിച്ചു. ഇപ്പോൾ വീണ്ടും ഇത്തരം ചർച്ചകൾ സജീവമാവുകയാണ്. റഷ്യയുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു വലിയ താല്പര്യം അവർ പ്രകടിപ്പിക്കുന്നത്. നമുക്ക് ഈ പാത പരിശോധിച്ചാൽ റഷ്യ, തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ, ഇങ്ങനെ ഈ രാജ്യങ്ങളിലൂടെയാണ് പാത കടന്നു പോകുന്നത്. നിലവിൽ ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ റൂട്ട് അങ്ങനെ ഒരു പാത ഉണ്ട്. അതായത് റഷ്യയിൽ നിന്ന് ഇറാനിലേക്കുള്ള തീവണ്ടി പാത ഇപ്പോൾ തന്നെ നിലവിലുണ്ട്.
അതിന് പുറമെയാണ് ഈ പാതയുടെ ഒരു ദൈർഘ്യം വർദ്ധിപ്പിച്ചുള്ള നടപടികളിലേക്ക് കൂടി പോകാൻ ആലോചിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സാമ്പത്തിക ചിലവും രാഷ്ട്രീയമായ സാഹചര്യങ്ങളും അതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. സജിത്ത്, നമുക്ക് കാണാം ഇവിടെ നിന്ന് ഇറാനിൽ നിന്ന് ആരംഭിക്കുന്ന റഷ്യയിൽ നിന്ന് ആരംഭിക്കുന്ന റെയിൽപാത ഇവിടെ നിന്ന് പല രാജ്യങ്ങളിലൂടെ പിന്നിട്ടാണ്. അത് തുർക്ക്മെനിസ്ഥാനുണ്ട്, ഇറാനുണ്ട്, അഫ്ഗാനുണ്ട്, പാകിസ്ഥാനുണ്ട്. അത് മാത്രവുമല്ല, ഈ ഹോർമൂസിന് സമീപത്തേക്ക് നമ്മൾ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംഘർഷം നടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ മുതൽ പിന്നീട് കടലിനടിയിലൂടെയാണ് ഇപ്പോൾ ഈ പാത വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഒരു സാമ്പത്തിക ചിലവ് താങ്ങാൻ കഴിയുന്ന ഒന്നാണോ എന്ന ഒരു ചോദ്യം പ്രധാനമായും ഉയരുന്നത്. അവിടെയും ഈ സാമ്പത്തിക ചിലവിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഇപ്പോൾ റഷ്യയിൽ നിന്ന് 2 പാതകൾ ഇറാനിലേക്ക് ഉണ്ട്. ഇപ്പോൾ തന്നെ 2 റോഡ് മാർഗമുള്ള 2 പാതകൾ, കരമാർഗമുള്ള ട്രെയിൻ മാർഗമുള്ള പാതകളുണ്ട്. ഇതിൽ കുറേ റോഡ് മാർഗമാണ് സഞ്ചരിക്കുന്നത്. രണ്ടാമത്തെ പാതയിൽ അത് റഷ്ത് മുതൽ അസ്താര വരെയാണ്, 162 കിലോമീറ്ററാണ്. അങ്ങനെ ഇറാൻ്റെ ബോർഡറിൽ വന്നതിന് ശേഷം ഈ രണ്ടാമത്തെ റെയിൽ പാത റഷ്യയിൽ നിന്ന് വന്ന് ഇറാൻ്റെ ബോർഡറിൽ കയറിയ ശേഷം പിന്നെ 162 കിലോമീറ്റർ റോഡ് മാർഗമാണ് സഞ്ചരിക്കുന്നത്. അവിടെ ഇപ്പോൾ റെയിൽവേ ട്രാക്കിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിന് കണക്കാക്കുന്നത് 13,000 കോടി രൂപയാണ്. അതായത് ഇന്ത്യൻ മണി കണക്കാക്കുമ്പോൾ ഏതാണ്ട് 13,000 കോടി രൂപയാണ് ഈ 162 കിലോമീറ്റർ ദൂരം റോഡ് തയ്യാറാക്കുന്നതിന് വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ ഭാഗത്ത് പുതുതായി റെയിൽ ട്രാക്ക് നിർമ്മിക്കേണ്ടി വരുമ്പോൾ ആ തുകയാണ് ചിലവാക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ തുക കണ്ടെത്താൻ കഴിയുമോ, അത് ആരൊക്കെ കൂടി പങ്കുവെക്കും, ആരൊക്കെ കൂടി അതിൻ്റെ ചിലവ് വഹിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഒരു വശത്ത്. മറ്റൊന്ന് രാഷ്ട്രീയമായ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ ഈ അഫ്ഗാനിൽ വരുമ്പോൾ താലിബാൻ ഭരണകൂടമുണ്ട്, ഇവരുടെയൊക്കെ അട്ടിമറി ശ്രമം ഉണ്ടാകാനുള്ള സാധ്യത. മറ്റൊന്ന് പാകിസ്ഥാനിൽ വരുമ്പോൾ ഇന്ത്യയിലേക്കുള്ള പാതയെ പാകിസ്ഥാൻ അനുകൂലിക്കുമോ, അതിന് സഹകരിക്കുമോ എന്ന ഒരു ചോദ്യമുണ്ട്. മാത്രമല്ല ബലൂച്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, അവിടെ അവരുടെ അട്ടിമറി സാഹചര്യങ്ങൾ, പാകിസ്ഥാനോടുള്ള എതിർപ്പ്, അങ്ങനെയൊക്കെ തന്നെ ഈ പാതയ്ക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. ഭൂമിശാസ്ത്രപരമായും വലിയ പ്രയാസമുണ്ട്, മലനിരകളൊക്കെയാണ്. അതൊക്കെ തന്നെ മറികടന്ന് വേണം അങ്ങനെ ഒരു പാത തയ്യാറാക്കി ഈ തീവണ്ടി സർവീസ്, ചരക്ക് സർവീസാണ് വിഭാവനം ചെയ്യുന്നത്, യാത്രാ ട്രെയിനല്ല, മറിച്ച് ചരക്ക് നീക്കത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പാത യാഥാർത്ഥ്യമായാൽ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴുള്ള ചിലവിനേക്കാൾ ഏതാണ്ട് 30% വരെ അതിൽ കുറവുണ്ടാകും. 30 മുതൽ 40% വരെ ഇപ്പോഴത്തെ ചരക്ക് നീക്കത്തിൻ്റെ ചിലവിൽ കുറവ് വരും എന്നാണ് കരുതുന്നത്. കാരണം ഇപ്പോൾ സൂയസ് കനാൽ വഴി ഇങ്ങനെ ചെങ്കടൽ വഴിയാണ് സാധനങ്ങൾ റഷ്യയിൽ നിന്ന് പലപ്പോഴും കൊണ്ടുവരുന്നത്. ഈ ദൂരം ഒഴിവാക്കിക്കൊണ്ട്, ഇങ്ങനെയുള്ളൊരു ദൂരം ഒഴിവാക്കിക്കൊണ്ട് നേരെ ഇവിടെ വരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പാതയാണ്. അത് തീർച്ചയായും ചരക്ക് നീക്കത്തിന് വലിയ സഹായകമാകും. പ്രധാനമായും ഈ വളം, കീടനാശിനി, അങ്ങനെയൊക്കെയുള്ള പെട്രോൾ, ഇന്ധനം, അത് നമുക്ക് അതിൻ്റെ കണക്കിലേക്ക് കൂടി വരാം. അങ്ങനെയുള്ള സാധനങ്ങളാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നും കയറ്റുമതിയുണ്ട്. അത് അരി ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്, മറ്റു ചില ഭക്ഷ്യവസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്, മരുന്ന് ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. എങ്കിലും റഷ്യയിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ഇറക്കുമതി നടക്കുന്നത്. ഈ ഇന്ധനത്തിൻ്റെ ഇറക്കുമതിയുടെ കാര്യം മാത്രം നമുക്ക് നോക്കിയാൽ ഈ ജൂലൈ വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ 55% നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. അത് കപ്പൽ മാർഗം വരുമ്പോൾ വലിയ വെല്ലുവിളികളുണ്ട്. ഇവിടെ ഹൂത്തികളുടെ പ്രശ്നം ഈ ഭാഗത്ത് വരുന്നുണ്ട്. യമനിൽ ഇങ്ങനെ അവർ ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമുക്കറിയാം ഹോർമൂസിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ. ഇറാനിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നു. അതിന് പകരമായി ഇറാൻ മറ്റൊരു ഉപരോധം ഏർപ്പെടുത്തുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെയുള്ള ചരക്ക് നീക്കം പ്രയാസമാകുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് റഷ്യയാണ്. നേരത്തെ റഷ്യയ്ക്ക് ഉപരോധം അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണയോ മറ്റ് അങ്ങനെയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യക്ക് തീരുവ ഭീഷണി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഹോർമൂസിലെ സംഘർഷത്തിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ അതിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. അതായത് ആ നിയന്ത്രണങ്ങളിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊണ്ട് റഷ്യയിൽ നിന്ന് ചരക്ക് കൊണ്ടുവരാം, ഇന്ധനങ്ങൾ കൊണ്ടുവരാം എന്നൊരു നിലയിലേക്ക് അമേരിക്ക എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഗണ്യമായി നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. നമ്മളുടെ റിഫൈനറീസും ആ തരത്തിലാണ്
പാകപ്പെടുത്തിയിട്ടുള്ളത്. കാരണം റഷ്യയിൽ നിന്നാണ് നേരത്തെ തന്നെ നമ്മൾ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത്. ഇനി വെനസ്വേലയിൽ നിന്ന് വാങ്ങണമെന്നാണ് അമേരിക്കയുടെ ഒരു നിർദ്ദേശം. അത് വാങ്ങണമെങ്കിൽ റിഫൈനറീസിൻ്റെയൊക്കെ പ്രവർത്തനത്തിൽ ഘടനയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് റഷ്യയിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നുണ്ട്. റഷ്യ ആകട്ടെ ഈ ഉക്രൈനുമായുള്ള യുദ്ധം തുടങ്ങിയ ശേഷം എണ്ണ വില ഗണ്യമായി കുറച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വലിയ തോതിൽ ഇറക്കുമതി ചെയ്യാൻ കഴിയുന്നതും. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു റെയിൽപാത അതൊരു സ്വപ്ന പദ്ധതിയാണ്. അത് യാഥാർത്ഥ്യമായാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദീർഘകാല അടിസ്ഥാനത്തിൽ വിവിധ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒന്നായി മാറും. സജിത്ത്, വിനോദ് സൂചിപ്പിച്ചതാണ് അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം, ഭൗതിക സാഹചര്യം. എന്തായാലും സങ്കീർണമായ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയാണ് ഈ പാത കടന്നു പോകേണ്ടത് എന്നതുകൂടിയാണ് പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളൽ, ആ രാഷ്ട്രീയ അകലം വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ സുരക്ഷാ അനിശ്ചിതത്വങ്ങൾ ഈ പദ്ധതിക്ക് മുന്നിലെ വലിയ കടമ്പകളാണ്. എന്തായാലും റഷ്യ ഇതൊരു തങ്ങളുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന രീതിയിൽ മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ ഏത് രീതിയിൽ നിന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് സാധ്യത തുറക്കുന്നത് റഷ്യൻ എണ്ണ എന്ന ഒരു സാധ്യതയാണ്. അങ്ങനെയെങ്കിൽ ഇത് സാധ്യമായെങ്കിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇന്ത്യയിൽ എണ്ണയെത്തുന്ന കരമാർഗമുള്ള റെയിൽ പദ്ധതി സാധ്യമായാൽ ഒരുപക്ഷേ നമുക്ക് ഫ്യൂവലിൻ്റെ വിലയിൽ കുറവ് വരാനുള്ള സാധ്യത പോലും തള്ളിക്കളഞ്ഞുകൂടാ എന്നതാണ്. പക്ഷേ വലിയ ഭീമമായ മുതൽ മുടക്കടക്കമുള്ള വലിയ വെല്ലുവിളികളുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു സാധ്യതയാണ് റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഒരു ചരക്ക് കരമാർഗമുള്ള ഗതാഗത വഴി. അതൊരു പുതിയ ഇടനാഴിയാവാം, പുതിയ സാധ്യതകളാണ് തുറന്നു വയ്ക്കുന്നത്. എന്തായാലും ഇതൊരു പുതിയ നീക്കം എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ചെങ്കടലിൽ വീണ്ടും കപ്പൽ തകർത്തുന്നു ഹൂതികൾ. 4 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ തീരത്ത് പനാമ കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വിനോദ് ചേരുന്നു. വിനോദ്, ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുന്നു, എന്താണ് സാഹചര്യം? ഇത് സംബന്ധിച്ച് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളുമായി ഏത് രീതിയിൽ നമുക്ക് ബന്ധപ്പെടുത്താം? പശ്ചിമേഷ്യ അശാന്തമായി തുടരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആക്രമണം വീണ്ടും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹൂതികളുടെ ആക്രമണം സൗദി കപ്പലിന് നേരെ ഉണ്ടായത്. അവിടെ 4 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഹൂതികൾ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. കപ്പലാക്രമണം കഴിഞ്ഞ ദിവസം നടന്നത് ബാബൽ മൻഡോബ് എന്ന തുറമുഖ ഭാഗത്താണ്. അവിടെ ഒരു കടലിടുക്കാണ്. ആ ഭാഗത്താണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നത്. 4 പേർ കൊല്ലപ്പെടുമ്പോൾ ഇനി സൗദിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നീക്കം എന്നത് വളരെ ശ്രദ്ധാപൂർവം കാണേണ്ടതുണ്ട്. കാരണം ഇതുവരെ സൗദി ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. മാത്രമല്ല, മക്ക കരാറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്തതാണ്. തുർക്കിയും പാകിസ്ഥാനും സൗദിയും ചേർന്നുള്ള ഒരു പുതിയ സൈനിക കരാറാണ്. ആരെങ്കിലും ഈ സഖ്യരാഷ്ട്രങ്ങളെ ആക്രമിച്ചാൽ, ഈ 3 രാജ്യങ്ങളിൽ ഏതിനെങ്കിലും ഒന്നിനെ ആക്രമിച്ചാൽ മറ്റ് രാജ്യങ്ങൾ കൂടി ചേർന്ന് ഈ ആക്രമിച്ച രാജ്യത്തെ തിരിച്ചടിക്കുമെന്ന ഒരു കരാറാണ് ഉണ്ടാക്കിയത്. തുർക്കി വളരെ സാങ്കേതികമായി മികച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവർക്ക് സ്വന്തമായി ഡ്രോൺ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെയാണ് അത്യാധുനിക മിസൈലുകൾ ഉൾപ്പെടെ നിർമ്മിക്കുന്നതിൽ തുർക്കിക്കുള്ള മികവ്. പാകിസ്ഥാനാകട്ടെ മികച്ച സൈനിക സംവിധാനമുണ്ട്. ഏതാണ്ട് ലോകത്തെ തന്നെ 6ാമത്തെ സൈനിക ശേഷിയുള്ള രാജ്യം എന്ന തരത്തിലുള്ള ഒരു വിശേഷണം ഒക്കെ നേരത്തെ നേടിയിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അങ്ങനെ അവർക്ക് യുദ്ധം ചെയ്തുള്ള ആ ഒരു പരിചയമുണ്ട്. സൗദി ആകട്ടെ സാമ്പത്തികമായി വളരെ ഉയർന്ന രാജ്യമാണ്. അവർക്ക് ആണവ ആയുധമില്ല, പക്ഷേ പാകിസ്ഥാൻ ആണവ ശക്തിയാണ്. അങ്ങനെ ഈ 3 രാജ്യങ്ങളും പ്രത്യേകതകൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു സഖ്യം വലിയ ശക്തിയുള്ള ഒരു കൂട്ടായ്മയായി മാറുമെന്നാണ് പലരും വിലയിരുത്തിയത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസവും ഹൂതികളുടെ ആക്രമണത്തിൽ ഏതാണ്ട് 15ഓളം ആളുകൾ സൗദിയിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ആരാംകോയുടെ പ്ലാന്റിന് നേരെയൊക്കെയാണ് ആക്രമണം ഉണ്ടായത്. പക്ഷേ ഈ 2 രാജ്യങ്ങളും തുർക്കിയും പാകിസ്ഥാനും അതിനുശേഷം എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ നിശബ്ദത പാലിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ കാര്യം അറിഞ്ഞ മട്ടേ കാണിച്ചില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൂതികൾ വീണ്ടും ഈ തരത്തിൽ സൗദിയുടെ കപ്പൽ ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി യമനിലേക്ക് ഇതിൻ്റെ ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു പ്രത്യാക്രമണത്തിന് സൗദിയോ അല്ലെങ്കിൽ സഖ്യരാജ്യങ്ങളോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കരാറിന് കടലാസിൻ്റെ വില പോലും ഇല്ലാതെ പോയി എന്ന വിമർശനം കേൾക്കേണ്ടി വരുന്നത്. മറ്റൊന്ന് അമേരിക്കയുടെ ആക്രമണമാണ്. അമേരിക്ക പാകിസ്ഥാൻ തീരത്തിനടുത്താണ് പനാമയുടെ കപ്പൽ ആക്രമിച്ചത്. അതിന് US സെൻട്രൽ കമാൻഡ് നൽകുന്ന വിശദീകരണം, അമേരിക്കയുടെ ഉപരോധം മറികടന്ന്
ഇറാൻ തീരത്തേക്ക് പോവുകയായിരുന്നു ഈ കപ്പൽ. അതുകൊണ്ടാണ് ആ കപ്പലിനെ ആക്രമിച്ചത്. അതിന് ആൾനാശമില്ല, പക്ഷേ സാങ്കേതിക തകരാർ വരുത്തുകയായിരുന്നു. അമേരിക്കൻ ഈ സെൻട്രൽ കമാൻഡിൻ്റെ ഹെലികോപ്റ്റർ അവിടെ പറന്നെത്തി അതിലേക്ക് ബോംബ് വർഷിക്കുകയായിരുന്നു. അത് ചെറിയ ബോംബുകളാണ്, അതായത് കപ്പലിന് സഞ്ചരിക്കാൻ കഴിയാത്ത തരത്തിൽ അതിൻ്റെ യാത്ര തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. അങ്ങനെ ഒരു വശത്ത് ഹൂതികളും മറുവശത്ത് അമേരിക്കയുടെയും ആക്രമണം നടക്കുകയാണ്. പശ്ചിമേഷ്യയാകട്ടെ ഒരു പരിഹാരവും ഉണ്ടാകാതെ ഈ അശാന്തി പടരുന്ന നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും. സജിത്ത്, ഹൂതികളുടെ ആക്രമണമാണ് ഉണ്ടാവുന്നത്. പനാമ കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു യാത്ര, ഫ്ലൈറ്റ് മാറിക്കയറിയ യാത്ര വലിയ വിവാദമായിരുന്നു. ഇതിനിടയിൽ ഉയർന്ന ഒരു പുതിയ ആക്ഷേപം ഇതാണ്: വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരെയും അമേരിക്കൻ മാധ്യമ പ്രവർത്തകരെയും കൊലയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ച് സ്വന്തം ജീവൻ മാത്രം രക്ഷിക്കാൻ ട്രംപ് നീക്കം നടത്തി എന്നതിനെ ചൊല്ലിയാണ് വിവാദം. നാറ്റോ ഉച്ചകോടിക്ക് ശേഷം ട്രംപ് എയർഫോഴ്സ് 1 വിമാനത്തിൽ നിന്നും തന്ത്രപരമായി മാറി മറ്റൊരു വിമാനത്തിലാണ് സഞ്ചരിച്ചതെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ വിവാദം കത്തുന്നത്. വിനോദ് ചേരുന്നു. വിനോദ്, ഇത് അമേരിക്കയിൽ വലിയ വിമർശനത്തിന് ഇടവെച്ച നീക്കമാണ്. അതേസമയം ഇതൊരു സുരക്ഷാ പ്രശ്നമാണ്. ഇത് ഈ നീക്കത്തിന് പിന്നിലെന്ന് വൈറ്റ് ഹൗസ് വിശദീകരിക്കുന്നതുമുണ്ട്. എന്താണ് ഇത് സംബന്ധിച്ച് ഉയരുന്ന ആക്ഷേപം? സൈത്ത്, വലിയ വിമർശനമാണ് ഇക്കാര്യത്തിൽ ട്രംപ് കേൾക്കേണ്ടി വരുന്നത്. കാരണം തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടി, ആ ഉച്ചകോടി കഴിഞ്ഞ് എയർഫോഴ്സ് 1 വിമാനത്തിലാണ് സാധാരണ നിലയിൽ ട്രംപ് സഞ്ചരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രത്യേക വിമാനമാണ്. ആ വിമാനത്തിൽ തന്നെയാണ് വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥരും ട്രംപിനൊപ്പം സഞ്ചരിക്കുന്ന മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ ഉണ്ടാകാറുള്ളത്. ആദ്യം ഖത്തറിൻ്റെ വിമാനത്തിൽ, ഖത്തർ സമ്മാനമായി നൽകിയ ബോയിങ് വിമാനത്തിൽ ട്രംപ് അവിടേക്കുള്ള യാത്രയ്ക്ക് ഉപയോഗിക്കുന്നു. പിന്നീട് എയർഫോഴ്സ് 1ലേക്ക് യാത്ര മാറ്റുന്നു. ഈ സമയം ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയുണ്ട്. മിസൈൽ ആക്രമണം ഒരുപക്ഷെ ട്രംപ് സഞ്ചരിക്കുന്ന വിമാനത്തിന് നേരെ ഉണ്ടാകാമെന്ന ചില സൂചനകൾ പുറത്തു വരുന്നു. ട്രംപ് വിമാനം മാറി സഞ്ചരിച്ചു എന്ന തരത്തിലുള്ള ആദ്യ വാർത്തകൾ വന്നത് ഈ ബോയിങ് ഒഴിവാക്കി എയർഫോഴ്സ് 1ൽ സഞ്ചരിച്ചു എന്നതാണ്. പക്ഷേ അതിന് പിന്നാലെയാണ് C-32A എന്ന ഒരു ചെറു വിമാനത്തിലാണ് ട്രംപ് സഞ്ചരിച്ചതെന്ന വിവരം പുറത്തു വന്നത്. അതായത് ഈ പ്രധാനമായും ട്രംപ് സഞ്ചരിച്ച വലിയ വിമാനം, ആ എയർഫോഴ്സ് 1 എന്ന ഏറ്റവും വലിയ വിമാനം, ആ വിമാനത്തിൽ നിന്ന് തന്ത്രപരമായി ട്രംപ് ചെറിയ വിമാനത്തിലേക്ക് മാറുകയായിരുന്നു എന്ന ആക്ഷേപമാണ്. അത് മാറിയതാകട്ടെ അവിടെ ഈ കാറ്ററിംഗ് സർവീസിന് വേണ്ടിയുള്ള ചെറിയ വാനുണ്ട്. ആ വാനിനുള്ളിലേക്ക് ഈ വലിയ വിമാനത്തിൽ നിന്ന് താഴെ ഉള്ള ഗോവണിയിൽ, മറുവശത്തുള്ള ഗോവണി വഴി ഇറങ്ങുകയും ഒരു കാറ്ററിംഗ് വാഹനത്തിൽ കയറി ചെറിയ വിമാനത്തിലേക്ക് കയറുകയും അത് അന്ന് രാത്രി 10:30 മണിയോടുകൂടി ബ്രിട്ടനിൽ ഇറങ്ങുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഈ എയർഫോഴ്സ് 1 വിമാനവും ബ്രിട്ടനിൽ ഇറങ്ങുന്നത്. ആ ഇറങ്ങുന്ന സമയത്ത് ഈ വിമാനത്തിലേക്ക് വീണ്ടും ട്രംപ് കയറി എയർഫോഴ്സ് 1ൽ നിന്ന് ഇറങ്ങി വന്ന് കൈവീശി കാണിക്കുകയൊക്കെ ചെയ്തു. അവിടെ ബ്രിട്ടനിൽ RAF മിൽട്ടൺ ഹാൾ ബേസിലാണ് ഈ വിമാനങ്ങൾ രണ്ടും ഇറങ്ങിയത്. പക്ഷേ പിന്നീടാണ് ഇങ്ങനെ ഈ ഭക്ഷണ വാഹനത്തിൽ കയറി മറ്റൊരു ചെറു വിമാനത്തിൽ കയറിയാണ് ട്രംപ് അവിടെ നിന്ന് യാത്ര ചെയ്ത് ബ്രിട്ടനിലെത്തിയതെന്ന വിവരം പുറത്തു വരുന്നത്. ഇതോടുകൂടിയാണ് ട്രംപിനെതിരെ വലിയ വിമർശനങ്ങൾ വരുന്നത്. അതായത് ഈ വലിയ വിമാനത്തിൽ വൈറ്റ് ഹൗസിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ ഉണ്ട്. ഇറാൻ്റെ മിസൈൽ ആക്രമണം ഉണ്ടായെങ്കിൽ ഇവരെല്ലാം കൊല്ലപ്പെടുമായിരുന്നു. ട്രംപ് ആകട്ടെ വളരെ രഹസ്യമായി സുരക്ഷിതനായി ഒരു ചെറിയ വിമാനത്തിൽ യാത്ര ചെയ്യുകയും ചെയ്തു. അതായത് ഇവരെല്ലാം കൊലയ്ക്ക് കൊടുക്കാനുള്ള ഒരു നീക്കമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ട്രംപ് ഈ വിമാനത്തിൽ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കുക കൂടി ചെയ്തു. അതായത് ഇറാൻ ആക്രമിക്കുന്നെങ്കിൽ ട്രംപിനെ ലക്ഷ്യം വെച്ച് ഈ വിമാനം ആക്രമിക്കുകയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആ വിമാനത്തിൽ ട്രംപ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സീക്രട്ട് ഏജൻസിയുടെ മുൻ ഉദ്യോഗസ്ഥരടക്കം ഇതിന് വലിയ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല അമേരിക്കയിലെ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇത് ചർച്ച ചെയ്യണമെന്ന ആവശ്യവുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. BBC അടക്കമുള്ള വാർത്താ ഏജൻസികൾ ട്രംപിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനമാണ് ഉയരുന്നത്. കാരണം അവരെയൊക്കെ തന്നെ ഒരു കെണിയാക്കുകയായിരുന്നു. അതായത് ഡെക്കോയ് എന്ന വാക്കാണ്. അവരെയൊക്കെ തന്നെ കെണിയിൽപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ട്രംപ് നടത്തിയ തീർത്തും വ്യക്തി താല്പര്യം മുൻനിർത്തിയുള്ള ഒരു നീക്കം, അതൊരു ചതിയായിരുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൂടി ഇപ്പോൾ വരുന്നു. ട്രംപിൻ്റെ ഒരു പ്രതികരണം മാത്രമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഇല്ലാതായാൽ നിങ്ങളും ഇല്ലാതാകും എന്നാണ് ഇതേക്കുറിച്ച് ചോദിച്ചവരോട് ട്രംപ് മറുപടി പറഞ്ഞത്. അങ്ങനെ യുക്തിസഹമല്ലാത്തൊരു മറുപടി പറഞ്ഞുകൊണ്ട് സ്വന്തം തടി രക്ഷിക്കാൻ ട്രംപ് എയർഫോഴ്സ് 1 വിമാനം ഒഴിവാക്കി അതിൽ മറ്റുള്ളവരെ ഇരുത്തിക്കൊണ്ട് മറ്റൊരു ചെറിയ വിമാനത്തിൽ രഹസ്യമായി യാത്ര ചെയ്യുകയും പിന്നീട് രഹസ്യമായി തന്നെ ബ്രിട്ടനിൽ വെച്ച് ഈ വിമാനത്തിലേക്ക് തിരികെ കയറുകയും ചെയ്തു എന്ന ഒരു കാര്യമാണ് പുറത്തു വരുന്നത്. ട്രംപിൻ്റെ പ്രതിച്ഛായയെ വളരെ മോശമായി ബാധിക്കുന്ന ഒരു കാര്യമായി ഇത് മാറിയിട്ടുണ്ട്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഈ നീക്കം വലിയ വിവാദത്തിന് ഇടവച്ചിരിക്കുക.
പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അടുത്ത ദിവസങ്ങളിൽ നിർണായക നീക്കമുണ്ടാകുമെന്ന് പാകിസ്ഥാൻ പറയുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സമാധാന കരാറിനോ ധാരണയ്ക്കോ സാധ്യതയുണ്ടെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര മാധ്യമമായ ബൂംബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ലഭിക്കുന്ന സൂചനകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു കരാറിലേക്ക് വിരൽ ചൂണ്ടുന്നതെന്ന് അദ്ദേഹം ഇസ്ലാമാബാദിൽ പറയുന്നു. പാകിസ്ഥാനും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ഇരു വിഭാഗവുമായി നിരന്തരമായ ചർച്ചകൾ നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ടെഹ്റാൻ ഉടൻ സന്ദർശിക്കുമെന്നും ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നിബന്ധനകൾ കരാറിന് വഴിയൊരുക്കുമോ എന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ മുൻകാല ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ കുടുംബങ്ങൾക്ക് വലിയ നഷ്ടപരിഹാരമാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. ഈ നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിലെ നയതന്ത്ര ചർച്ചകളിൽ വെല്ലുവിളി ഉണ്ടാക്കുമോ എന്നതും കണ്ടറിയുന്നു. ഇനി ഇടവേളയാണ്, മടങ്ങി വരും. ലോക്സഭാ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ തമിഴ്നാട് നിയമസഭയിൽ ഇന്ന് പ്രമേയം അവതരിപ്പിക്കും. മുഖ്യമന്ത്രി സി ജോസഫ് വിജയിലാണ് നിലവിലുള്ള 543 ലോക്സഭാ സീറ്റുകളുടെ സ്ഥിരമായ സംരക്ഷണം ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കുന്നത്. 2029 പൊതു തെരഞ്ഞെടുപ്പ് മുതൽ സ്ത്രീകൾക്ക് 33% സംവരണം നടപ്പിലാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്യും. അതേസമയം ക്രിസ്തുമതം തനിക്ക് പകർന്നു നൽകിയ അറിവുകൾ തമിഴ് പഠിക്കുന്നതിലൂടെ ലഭിക്കില്ലെന്ന തമിഴ്നാട് ധനമന്ത്രിയുടെ പ്രസ്താവന വലിയ വിവാദത്തിന് തിരികൊളുത്തുകയും ചെയ്തിട്ടുണ്ട്. തമിഴ് ഭാഷയെ അവഹേളിച്ചുവെന്നാരോപിച്ച് BJP രംഗത്ത് വന്നു. മനു ഭരത് നമുക്കൊപ്പമുണ്ട്. മനു, തമിഴ്നാട് നിയമസഭയിൽ നിന്ന് നടക്കാൻ പോകുന്ന ഒരു നിർണായക നീക്കമാണ്. ഡീലിമിറ്റേഷനെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പരമ്പരാഗത തമിഴ്വാദം ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് തമിഴ്നാട്. എന്താണ് ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ സംഭവിക്കുക? സജിത്തെ, തമിഴ്നാട്ടിൽ അവർ ഒരു രാഷ്ട്രീയ ഐക്യത്തിന് ഉള്ളൊരു ശ്രമം നടത്തുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ഒരു സമവായത്തിനുള്ളൊരു ശ്രമം നടത്തുകയാണ്. തമിഴ്നാട് നിയമസഭയിൽ വിജയ് എന്നൊരു പ്രമേയവുമായി വരുന്നു. അതായത് പാർലമെൻറ്റിൽ പ്രത്യേകിച്ച് ലോക്സഭയിലെ സീറ്റുകളിൽ 543 അത് നിജപ്പെടുത്തണം. ജനസംഖ്യാ അനുപാതം 1971 അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരത്തിൽ 543 സീറ്റുകൾ ആക്കിയത്. പിന്നീട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകി. ഇപ്പോൾ തമിഴ്നാടും അതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ഈ ജനസംഖ്യാ നിയന്ത്രണം കാര്യക്ഷമമായി നടപ്പിലാക്കി. അത് നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ പാർലമെൻറ്റ് സീറ്റ് കിട്ടുന്നൊരു സാഹചര്യം വരും എന്നാണ് ഈ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായി ആ 71 ജനസംഖ്യാ അനുപാതത്തിൽ തന്നെ പാർലമെൻറ്റ് സീറ്റുകൾ നിശ്ചയിക്കുക, ലോക്സഭാ സീറ്റുകൾ നിശ്ചയിക്കുക എന്നതാണ് TVK ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇതിൽ DMK-യുടെയും AIADMK-യുടെയും ഒക്കെ പിന്തുണ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രീ ജോസഫ് വിജയ് അവിടുത്തെ തമിഴ്നാട്ടിൽ നിന്നുള്ള MP-മാരുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. അതിൽ പക്ഷേ DMK AIADMK MP-മാരൊന്നും അതിൽ പങ്കെടുത്തില്ല. പക്ഷേ കോൺഗ്രസിൻ്റെയും CPI-യുടെയും CPM-ൻ്റെയും VCK-യുടെയും ഒക്കെ MP-മാർ അതിൽ പങ്കെടുത്തത്, അല്ലെങ്കിൽ പ്രതിനിധികളൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായ അവരുടെ ഒരു പിന്തുണ ഇതിനുണ്ട്. പക്ഷേ DMK-യും AIADMK-യും MDMK-യും ഒക്കെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ഇപ്പോൾ നിർണായകമായി വരികയാണ്. വിജയ് ഉയർത്തുന്ന ഒരു ആവശ്യം ഇത് 543 തന്നെ ഇത് നിലനിർത്തുക. ഒപ്പം ഈ രാജ്യസഭയിലെ സീറ്റുകൾ 2.2:1 എന്ന നിലയിൽ രാജ്യസഭയിലെയും ആ സീറ്റ് ഷെയർ അതേപോലെ തന്നെ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ തമിഴ്നാടിന് അർഹമായ നീതി ലഭിക്കില്ല, അവർക്ക് ആവശ്യമായ ഒരു ശബ്ദം പാർലമെൻറ്റിൽ ഉണ്ടാകില്ല എന്നാണ് TVK-യുടെ നിലപാട്. ഇതിന് തമിഴ്നാട്ടിൽ നിന്ന് ഒരു പൂർണ്ണ പിന്തുണ ലഭിക്കുമോ എന്നതാണ്. വിജയ് അവിടെ ഒരു സമവായത്തിന് ശ്രമിക്കുന്നു. അത് എത്രത്തോളം ഫലം കാണും എന്നത് ഒരു വലിയ നിർണായകമായ വിഷയമാണ്. മറ്റൊന്ന് സജിത് സൂചിപ്പിച്ചത് അവിടെ തമിഴ്നാട്ടിൽ നടക്കുന്ന പൊട്ടിപ്പുറപ്പെട്ടുള്ള ഒരു വിവാദമാണ്. അത് ഈ ബഡ്ജറ്റ് പ്രസംഗവും അതിനുശേഷം നടന്ന ചർച്ചകളുടെയും ഭാഗമായി വന്നതാണ്. ബഡ്ജറ്റ് ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ ചില പരാമർശങ്ങൾ അവിടെ തമിഴ്നാട്ടിൽ തമിഴ് നിയമസഭയിൽ ഉണ്ടായി. അതായത് അവിടുത്തെ ധനമന്ത്രി പ്രസംഗിക്കുന്ന വേളയിൽ തമിഴ് വ്യാകരണത്തിൽ തെറ്റുവന്നു. ഇത് ചൂണ്ടിക്കാണിച്ച തമിഴ്നാട്ടിലെ MLA TM രാജേന്ദ്രൻ, MDMK-യുടെയാണ്,
TM രാജേന്ദ്രൻ തമിഴ് തെറ്റുകൂടാതെ പറയാൻ ശ്രമിക്കണമെന്നൊക്കെയുള്ള തരത്തിലൊരു പ്രതികരണം നടത്തി. ഇതിനാണ് മാരി വിൽസൺ എന്ന ധനമന്ത്രിയുടെ മറുപടി ഉണ്ടായത്. മാരി വിൽസൺ പറഞ്ഞത് താനൊരു ക്രിസ്ത്യനാണ്, ക്രിസ്തുമതത്തിൽ ജനിച്ച തനിക്ക് ഈ കരുണയും സ്നേഹവും അങ്ങനെയുള്ള വിഷയങ്ങൾ കൂടുതലായി അറിയാം. ഒരുപക്ഷെ ഈ തമിഴ് എത്ര പഠിച്ചവർക്കും ഇത് മനസ്സിലായിട്ടില്ല എന്നൊരു തരത്തിൽ ഒരു മറുപടി ഉണ്ടായി. ഇതാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. തമിഴ് പഠിച്ചാൽ സ്നേഹവും കരുണയും ഒന്നും വരില്ല, അത് ക്രിസ്തുമതത്തിൽ ജനിച്ചാൽ മാത്രമേ വരുള്ളൂ എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം അങ്ങേയറ്റം അപലപനീയമാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണം. തമിഴിനെ അപമാനിച്ചു എന്ന തരത്തിൽ BJPയും ഇതുമായൊക്കെ രംഗത്തിറങ്ങുന്നു. അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിരവധി വിഷയങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. വിജയ് മറ്റൊരു പ്രധാന കാര്യം ആവശ്യപ്പെടുന്നത് 33% സ്ത്രീകൾക്ക് സംവരണം വേണമെന്നത് 2029 തെരഞ്ഞെടുപ്പിൽ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇത് വിജയ്ക്ക് എത്രമാത്രം പിന്തുണ കിട്ടും, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അവിടുത്തെ പൊതു വോട്ടർമാരുടെ ജനങ്ങളുടെയൊക്കെ പിന്തുണ വിജയ്ക്ക് എത്രമാത്രം കിട്ടും, പ്രതിപക്ഷത്തിന് ഈ വിമർശനങ്ങളുമായി എത്രമാത്രം കരുത്താർജിക്കാൻ കഴിയുമെന്ന വലിയൊരു ചോദ്യം ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. സജിത്ത്, അതാണ് സാഹചര്യം, അതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നടക്കുന്ന നീക്കങ്ങൾ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഇന്ന് പാർലമെൻറ്റിലെ നീക്കങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ FCRA ഭേദഗതി ബില്ല് ഇന്ന് പാർലമെൻറ്റിൽ പരിഗണനയ്ക്ക് വരില്ല. ലോക്സഭയുടെ അജണ്ടയിൽ വിഷയം ഉൾപ്പെടുത്തിയിട്ടില്ല. സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാക്കുന്ന ബില്ല് ഇന്ന് രാജ്യസഭയിലും വരികയാണ്. അത് ഇന്നലെ ലോക്സഭ ഇത് പാസാക്കിയിരുന്നു. അതേസമയം പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധത്തിൽ പാർലമെൻറ്റ് ഇന്നും പ്രക്ഷുബ്ധമാണ്. ഭരത്, ഇന്ന് പാർലമെൻറ്റിൽ നടക്കാൻ പോകുന്നത് പതിവ് രീതികളായിരിക്കും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന അതേ കാഴ്ചകൾ തന്നെ ഇന്ന് പാർലമെൻറ്റിൽ ഉണ്ടാവാനാണ് സാധ്യത. അതിനിടയിൽ ആകാംക്ഷയെത്തുന്ന കാര്യമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തുമോ എന്ന ചോദ്യം. FCRA ബില്ല് വരുന്നില്ലെങ്കിൽ അമിത്ഷാ എത്താൻ സാധ്യതയില്ല, അങ്ങനെ കരുതണം. ഇന്ന് പാർലമെൻറ്റിൽ അമിത്ഷാ എത്തുമോ എന്ന കാര്യത്തിൽ സംശയം തുടരുകയാണ്. നേരത്തെ നമുക്ക് അവിടെ നിന്നുള്ള വൃത്തങ്ങൾ നൽകിയൊരു സൂചന 12-ാം തീയതി FCRA ബില്ല് അമിത്ഷാ അവതരിപ്പിക്കുമെന്നാണ്. ഈ കേരളത്തിൻ്റെ പേര് ഔദ്യോഗികമായ കേരളമെന്നാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ബില്ലും അമിത്ഷാ അവതരിപ്പിക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ഏതായാലും നിത്യാനന്ദറായാണ് ആഭ്യന്തര സഹമന്ത്രി അമിത്ഷായുടെ ദൗത്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്തത്. അപ്പോൾ ഇന്ന് FCRA ബില്ല് പാർലമെൻറ്റിലെ ലോക്സഭയുടെ അജണ്ടയിൽ ഇല്ല. സ്വാഭാവികമായും എല്ലാവരും പ്രതീക്ഷിച്ചത് ഇന്ന് അജണ്ടയിൽ കൊണ്ടുവരികയും അത് ചർച്ചയ്ക്കിടുകയും പിന്നീട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് വിടുകയും ചെയ്യും എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം വലിയ തോതിലുള്ള പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ഉയർന്നു നിന്നു. ക്രൈസ്തവ സംഘടനാ പ്രതിനിധികൾ അമിത്ഷായെ കണ്ടിരുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിലുള്ള ജനപ്രതിനിധികളും അവിടുത്തെ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും ഒക്കെ ഈ ആശങ്ക ഉയർത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ നാഗാലാൻഡ് മുഖ്യമന്ത്രി റിയോ ഇത് സംബന്ധിച്ചൊരു കത്ത് അമിത്ഷായ്ക്ക് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ FCRA അവിടുത്തെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കും എന്ന തരത്തിലുള്ളൊരു ആശങ്കയാണ് വടക്ക് കിഴക്കൻ മേഖലകളിൽ നിന്ന് വരുന്നത്. ഈ ഘട്ടത്തിലാണ് ഇതിൽ ഒരു എടുത്തുചാട്ടം വേണ്ട എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. ആളുകളെ കൂടുതൽ സമവായത്തിലെടുത്ത് കൊണ്ട് മുന്നോട്ട് നീങ്ങാം. കാരണം ഇപ്പോഴൊരു CJP പ്രക്ഷോഭം കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. മറ്റൊരു പ്രക്ഷോഭത്തിന് വേണ്ടി ഒരു കളമൊരുക്കി കൊടുക്കേണ്ട എന്നൊരു സാഹചര്യം എന്നൊരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇന്നത്തെ അജണ്ടയിൽ അതില്ല. അതേസമയം പാർലമെൻറ്റിൽ ഇന്നും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തും എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാവും എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 20-ാം തീയതി തൊട്ട് ആരംഭിച്ച ഈ സമ്മേളനം ഇന്നുവരെ കാര്യക്ഷമമായി ഒന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന ആരോപണവുമായി ഭരണപക്ഷവും രംഗത്തുണ്ട്. പാർലമെൻറ്റിൽ ചർച്ചകൾ നടക്കുന്നില്ല, ബില്ലുകൾ ശബ്ദ വോട്ടോടുകൂടി മാത്രം പാസ്സാകുന്ന ഒരു സാഹചര്യമാണ്. അവിടെ യാതൊരു തരത്തിലുള്ള സംവാദങ്ങളും നടക്കുന്നില്ല. പാർലമെൻറ്റ് എന്തിനാണോ പാർലമെൻറ്റിൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യം നിറവേറ്റുന്നതിൽ പാർലമെൻറ്റിന് കഴിയുന്നില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം വികാരഭരിതനായിക്കൊണ്ട് തന്നെ ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർള പറയുകയൊക്കെ ചെയ്ത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ പാർലമെൻറ്റ് ഇന്നും ഏതായാലും ഇതൊക്കെ വിഷയമായി ഉയരും, പ്രക്ഷുബ്ധമാവും. അമിത്ഷാ മാപ്പ് പറയണം, പ്രസ്താവന നടത്തണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ പാർലമെൻറ്റിൻ്റെ ഈ വർഷകാല സമ്മേളനം അവസാനിക്കാനിരിക്കെ ഇനി പ്രതിപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നതുകൂടി വളരെ നിർണായകമാവുകയാണ്. സജിത്ത്, ഇന്നത്തെ പാർലമെൻറ്റ് സമ്മേളനവും പ്രധാനപ്പെട്ടതാണ്. എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്ന് കാണാം. കാരണം പ്രതിപക്ഷത്തിൻ്റെ സമീപ ദിവസങ്ങളിലെ നീക്കം തന്നെയാണ് ഉണ്ടാവുക. ആഭ്യന്തരമന്ത്രി വരുമോ? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, വ്യോമയാന യാത്രക്കാർക്ക്
വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഏറെ ആശങ്കപ്പെടുത്തുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. ഓഗസ്റ്റ് 4-നാണ് ഫുക്കറ്റ് ഡൽഹി യാത്രയ്ക്കിടെ എയർ ഇന്ത്യ വിമാനം 300 അടി താഴ്ചയോളം താഴേക്ക് പതിച്ച ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. അതിലിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളാണ് ഏറെ ഞെട്ടിക്കുന്നത്. അതായത് എയർ ഇന്ത്യ വിമാനത്തിൻ്റെ പ്രധാനപ്പെട്ട പൈലറ്റ് ലഹരി മരുന്ന് ഉപയോഗിച്ചു എന്നതാണ് കണ്ടെത്തൽ. രണ്ടാമത്തെ ഡോപ്പ് ടെസ്റ്റിലും ഇത് സ്ഥിരീകരിക്കപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറ് മാത്രമാണോ, അതിനപ്പുറം പൈലറ്റിൻ്റെ ലഹരി ഉപയോഗം അപകടത്തിന് ഇടവച്ചോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തത പൂർണ്ണം ഉണ്ടായിട്ടില്ല. ഇതിൽ പരിശോധനകൾ നടക്കുകയാണ്. പക്ഷേ പൈലറ്റിൻ്റെ ലഹരി ഉപയോഗം സംബന്ധിച്ച് ഇന്നലെയാണ് രണ്ടാമത്തെ പരിശോധനാ ഫലങ്ങളും പുറത്തു വരുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി അല്പം കൂടി കാത്തിരിക്കണം എന്നൊരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ആശങ്കപ്പെടുന്ന കാര്യമാണ് ഉണ്ടാകുന്നത്. മലേഷ്യയിൽ നിന്നും ന്യൂഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് ഈ എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെടുന്നത്. ഇന്നലെ എയർ ഇന്ത്യ സിഇഒയെ DGCയെ വിളിച്ചു വരുത്തിയിരുന്നു. എല്ലാ തവണയും പൈലറ്റുമാർ, വിമാനം പറത്തുന്ന പൈലറ്റുമാർ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന പരിശോധനകൾ കൃത്യമായി നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 2 തവണയും അദ്ദേഹത്തിൻ്റെ 2 പരിശോധനാ ഫലവും പോസിറ്റീവായ സാഹചര്യം ഉണ്ടാകുന്നത്. എയർ ഡ്രോപ്പിൽ വീണു, 300 അടി താഴ്ചയിലേക്ക് എയർ ഡ്രോപ്പിൽ വീണു എന്നതാണ് ആദ്യം കരുതപ്പെട്ടിരുന്നത്. 17ഓളം യാത്രക്കാർക്ക് പരിക്കുണ്ടായി. 137 യാത്രക്കാരും 8 ക്രൂ അംഗങ്ങളുമാണ് ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത് എന്നതാണ് സാഹചര്യം. എന്തായാലും ഇത് സംബന്ധിച്ച ഒരു വ്യക്തത വരുത്താനുള്ള പരിശോധനയിലേക്ക് പോകുന്നത്. അപ്പോൾ പൈലറ്റുമാർക്ക് കൂടുതൽ കൃത്യത വരുത്തുന്ന, അവരുടെ ഇടപാട് സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾ വേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. 2 ലഹരി പരിശോധനയിലും പോസിറ്റീവായി എന്നത് ഏറെ ഗൗരവതരമാണ് എന്നതാണ് സാഹചര്യം. ഇന്നലെ തന്നെ എയർ ഇന്ത്യ സിഇഒയെ വിളിച്ചു വരുത്തി സർക്കാർ കടുത്ത അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അന്വേഷണ ഫലങ്ങൾ, തുടർ പരിശോധനകൾ നടക്കുകയാണ്. ഒരു ഇടവേള കൂടിയാണ്, മടങ്ങി വരുന്നത്. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും, നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും, സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലേനിംഗിലും സംഭവിക്കുന്നത്. മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ ടയറിനും റോഡിനുമിടയിൽ ആ വെള്ളം ഒരു നേരിയ പാളിയായി രൂപാന്തരപ്പെടുന്നു. സാധാരണഗതിയിൽ ടയറുകളിലെ ചാലുകൾ അഥവാ ത്രെഡുകൾ ഇന്ന് കർക്കിടക വാവാണ്. പിതൃമോക്ഷത്തിനായി ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ ബലിതർപ്പണം നടത്തുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. സംഘമൂത്ത് നിന്ന് BB അരുണും ഒപ്പം തന്നെ ആലുവയിൽ നിന്ന് ഡാനിപ്പോളും തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ കാണാം. തിരുവനന്തപുരത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ്. അതിരാവിലെ മുതൽ പുലർച്ചെ 3 മണി മുതൽ പലയിടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ശംഖുമുഖം കടപ്പുറത്ത് ആണ് പ്രധാനപ്പെട്ട ഒരു തലസ്ഥാനത്തെ ഒരു ബലിതർപ്പണ കേന്ദ്രം. അവിടെ വലിയ തിരക്കാണ്. അതിരാവിലെ മുതൽ 3 മണി മുതൽ ഉണ്ടായിരുന്നത്. 11 മണി വരെ അവിടെ ചടങ്ങുകൾ നീളുമെന്നാണ് ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. ഏതായാലും വലിയ തിരക്ക് ഇവിടെയുണ്ട്. ശംഖുമുഖത്തിന്റെ പ്രത്യേകത, ബലിതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം കടലിൽ സ്നാനം ചെയ്യാനുള്ള സൗകര്യമായിരുന്നു, പക്ഷേ കുളിക്കാനുള്ള സൗകര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുവദിക്കുന്നില്ല. കടൽ പ്രക്ഷുബ്ധമാണ്. ശംഖുമുഖത്തെ
ഇവിടെ ഇപ്പോൾ ഈ തീരം നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പ്രവൃത്തികളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാരിക്കേഡ് വെച്ച് ഇവിടേക്ക് ആളുകളെ കടലിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ജാഗ്രത ലൈഫ് ഗാർഡുകളും അതുപോലെ പോലീസും ഒക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കടലിലേക്ക് ഇറങ്ങി കുളിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ വന്ന് ഇങ്ങനെ ഇത്തരത്തിൽ ബലിയിട്ട ശേഷം ചടങ്ങുകൾക്ക് ശേഷം ഇവിടെ ബലി ചോറ് പുറകിലേക്ക് കടലിലേക്ക് ഇടുന്നുവെന്ന എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള സൗകര്യം മാത്രമേ ഇവിടെയുള്ളൂ. പ്രതീകാത്മകമായി ചെയ്യാൻ മാത്രമേ ഇപ്പോൾ കഴിയുകയുള്ളൂ. അതിൽ തന്നെയാണ് ആളുകൾ ആ വിശ്വാസത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആളുകൾ അങ്ങനെ ചെയ്യുന്നത്. വിപുലമായ ക്രമീകരണമാണ് ദേവസ്വം ബോർഡ് ഇവിടെ ബലിതർപ്പണത്തിനായി ഒരുക്കിയിരുന്നത്. നിരവധി കേന്ദ്രങ്ങൾ ഇവിടെ തയ്യാറാക്കിയിരുന്നു. ചില ഹൈന്ദവ സംഘടനകളും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ വ്യക്തികളുമൊക്കെ ബലിതർപ്പണത്തിനുള്ള സൗകര്യം ശംഖുമുഖം കടപ്പുറത്ത് ഏർപ്പെടുത്തിയിരുന്നു. ശംഖുമുഖം തീരത്ത് ബലി അർപ്പിച്ച ശേഷം ക്ഷേത്ര ദർശനം നടത്തിയാണ് വിശ്വാസികൾ മടങ്ങുന്നത്. വലിയ തിരക്ക്, മണിക്കൂറുകളോളം നീണ്ട ക്യൂ പലയിടങ്ങളിലും പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോഴും ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ ഈ ശംഖുമുഖത്ത് വലിയ രീതിയിലുള്ള തിരക്ക് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. മറ്റു പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളായ വർക്കല പാപനാശത്തും അതിരാവിലെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. വലിയ തിരക്ക് അവിടെയും ഉണ്ടായിരുന്നു. കൃത്യമായ ക്രമീകരണങ്ങൾ വർക്കല പാപനാശം കടപ്പുറത്തും ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിലുമൊക്കെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുമൊക്കെ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ് തെക്കൻ കേരളത്തെ തലസ്ഥാനത്തെ മറ്റു പ്രധാനപ്പെട്ട ഒരു ബലിതർപ്പണ കേന്ദ്രം. ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ്. അവിടെയും ദേവസ്വം ബോർഡ് വിപുലമായ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെയും ബലിതർപ്പണത്തിനായി രാവിലെ മുതൽ എത്തിച്ചേർന്ന് പലപ്പോഴും അവിടെയും മണിക്കൂറുകൾ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. ഏതായാലും തലസ്ഥാനത്ത് തെക്കൻ കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് കർക്കിടക വാവിന്റെ ഭാഗമായുള്ള ബലിതർപ്പണം നടത്തിയത്. വിശ്വാസികൾ ഒരു വർഷത്തേക്കുള്ള അവരുടെ പിതൃപൂജയാണത്. പിതൃക്കൾക്ക് മോക്ഷം കിട്ടാനാണ് കർക്കിടക വാവ് ഭാഗമായുള്ള ബലിതർപ്പണമെന്നാണ് വിശ്വാസം. അങ്ങനെ പിതൃമോക്ഷം തേടിയാണ് വിശ്വാസികൾ ഇവിടേക്ക് എത്തുന്നത്. ആ വിശ്വാസ പുണ്യം നേടിയാണ് ആളുകൾ ഇവിടെ നിന്ന് മടങ്ങുന്നതെന്നാണ് അവരുടെ വിശ്വാസം. ഏതായാലും ഇങ്ങനെ ബലിതർപ്പണ ചടങ്ങുകൾ എല്ലായിടത്തും വലിയ തിരക്ക് തന്നെ, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൃത്യമായ ക്രമീകരണങ്ങൾ സർക്കാരും ജില്ലാ ഭരണകൂടങ്ങളും ഒക്കെ ഒരുക്കി ബലിതർപ്പണ ചടങ്ങുകൾ ഇന്ന് നടന്നത് ആ രീതിയിലാണ്. കർക്കിടക വാവുബലിക്ക് ഇവിടേക്ക് എത്തുന്നതിന് ആലുവ മണപ്പുറത്ത് വിപുലമായ രീതിയിലുള്ളൊരു ക്രമീകരണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിരുന്നത്. പുലർച്ചെ ഇന്ന് 2 മണിയോടുകൂടിയാണ് ചടങ്ങുകൾക്ക് ആരംഭമായത്. ക്ഷേത്രം മേൽശാന്തി ആണ് ഈ ചടങ്ങുകൾക്ക്, മല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ് ചടങ്ങുകൾക്ക് തുടക്കമിട്ടത്. ഇതിനുശേഷം ഇവിടെ സജ്ജമാക്കിയ ഏതാണ്ട് 60ഓളം ബലിത്തറകളുണ്ട്. അവിടേക്ക് കൂടുതലായി ഇവിടേക്ക് പിതൃമോക്ഷ ചടങ്ങുകൾക്ക് ബലിതർപ്പണത്തിന് വേണ്ടി എത്തുന്നവരൊരു വലിയ തിരക്കിലേക്കെല്ലാം തന്നെ ആലുവ മണപ്പുറവും പരിസരവും എല്ലാം തന്നെ മാറിയിരുന്നത്. ഒരു രാവിലെ കാണുന്ന ആ തിരക്ക് തന്നെ പിന്നീട് വളരെയധികം സമയം തന്നെ നീണ്ടു നിൽക്കുകയായിരുന്നു. 2 മണി മുതൽ തന്നെ ഈ ആലുവ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആളുകൾ ഇവിടേക്ക് കൂടുതലായിട്ട് തന്നെ എത്തി തുടങ്ങിയിരുന്നു. വളരെ സവിശേഷമായി തന്നെയാണ് ഈ ദിവസത്തിൽ ആലുവയിൽ ഇവിടെ പെരിയാറിന്റെ തീരത്ത് ബലിതർപ്പണം നടത്തുക എന്നതിനെ വിശ്വാസികൾ കാണുന്നത്. മഹാദേവ ക്ഷേത്രത്തിൽ അവിടെ ദർശനം നടത്തി അവിടെ തൊഴുതതിനു ശേഷം ബലിതർപ്പണ ചടങ്ങുകളിലേക്ക് അടക്കം കടക്കുന്ന നിരവധിയായ വിശ്വാസികളെ കൊണ്ട് തന്നെയാണ് പെരിയാറിന്റെ തീരവും പരിസരവും എല്ലാം തന്നെ നിറയുന്നത്. വിപുലമായ ക്രമീകരണങ്ങൾ ഇതിനുവേണ്ടി തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്നതാണ് ക്ഷേത്രം. ഇവിടെ എത്തുന്നവരുടെ സുരക്ഷയ്ക്ക് തന്നെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങളൊപ്പം ഗ്രീൻ പ്രോട്ടോകോൾ ഇതെല്ലാം തന്നെ നടപ്പാക്കുന്നതിനാണ് കൂടുതൽ ഒരു മുൻഗണനയും എല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ക്ഷേത്ര പരിസരത്തേക്ക് തന്നെ ഇവിടേക്ക് തന്നെ വിന്യസിച്ചിട്ടുണ്ട്. 3 അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പെരിയാറിന്റെ തീരത്ത് അതിൽ പ്രത്യേകം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് കാരണം കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. പെരിയാറും ഇതിന്റെ പരിസരവും ക്ഷേത്രത്തിൽ ഭാഗികമായും തന്നെയും ഒരു പ്രളയ സമാനമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു. പെരിയാർ നിറഞ്ഞ കവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയിലേക്ക് ഈ പരിസരവും എല്ലാം തന്നെ മാറിപ്പോയിരുന്നു. അതുകൊണ്ട് വലിയ തയ്യാറെടുപ്പുകൾ ഇക്കുറി വേണ്ടി വന്നു എന്നതാണ്. കാരണം ചെളിയും എക്കലുമെല്ലാം തന്നെ അടിഞ്ഞ് മണ്ണെല്ലാം അടിഞ്ഞ് ഈ പരിസരത്തേക്ക് നടന്നുപോലും വരാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് വളരെ പെട്ടെന്നാണ് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്രയും അധികം ആളുകൾക്ക് കടന്നു വരാൻ കഴിയാവുന്ന രീതിയിലേക്ക് സജ്ജമാക്കിയെടുത്തത്. ഇവിടുന്ന് ചെളിയും എല്ലാം തന്നെ പൂർണ്ണമായും നീക്കം ചെയ്തു. ക്ഷേത്രം ശുദ്ധീകരിച്ചു. അതിനുശേഷം ഇവിടേക്ക്
ഇതിനു വേണ്ടിയുള്ളൊരു ക്രമീകരണങ്ങൾ 60ഓളം ബലിത്തറകൾ ഇവിടെ സജ്ജമാക്കുകയും ലേലം ചെയ്തും അതിനുവേണ്ടി സജ്ജമാക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇപ്പോൾ ഇവിടേക്ക് കടന്നു വരുന്നത് ഇത്രയും വലിയ ഒരു പ്രയത്നങ്ങൾക്ക് ശേഷമാണ്. ഇവിടെ എത്തുന്നവർക്ക് പെരിയാറിലേക്ക്, ഇവിടെ തീരങ്ങളിലേക്ക്, അതിന്റെ ഒരു സ്നാനപ്പടികളിലേക്ക് തർപ്പണത്തിന് വേണ്ടി എത്തുന്നവർക്ക് സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ബാരിക്കേഡുകളും ഒപ്പം ഇവിടെ മുങ്ങൽ വിദഗ്ധരുടെയും അഗ്നിരക്ഷാസേനയുടെയും അടക്കം ഒരു സാന്നിധ്യം സജ്ജമാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോഴും നല്ല ഒഴുക്ക് നിറഞ്ഞ ഒരു ഭാഗം തന്നെയാണ് പെരിയാറും ആലുവ പ്രദേശവും എല്ലാം തന്നെ. അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ളൊരു മുൻകരുതലും സുരക്ഷാ സംവിധാനവും എല്ലാം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇവിടേക്ക് ഗതാഗത ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോ ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ സർവീസുകൾക്ക് തുടക്കമിട്ടിരുന്നു. ഇന്ന് വളരെ പുലർച്ചെ തന്നെയും സർവീസുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് KSRTC ബസ്സുകളും ആലുവ മണപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ സർവീസ് നടത്തുന്ന രീതിയിലേക്ക് ഏകോപിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടേക്ക് കടന്നു പോകുന്നവർക്ക് ഇവിടെ എത്തി കൃത്യമായി ബലിതർപ്പണം നടത്തിക്കൊണ്ട് കടന്നു പോകാൻ കഴിയാവുന്ന രീതിയിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങളടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. മഴയുടെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു, പ്രത്യേകിച്ച് പെരിയാറിന്റെ പടവുകൾ കേന്ദ്രീകരിച്ച് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഏതായാലും കർക്കിടക വാവിന് ഇവിടെ ആലുവ മണപ്പുറം ക്ഷേത്ര പരിസരം ഇവിടെ എല്ലാം തന്നെ നിരവധിയായ ആളുകളെ കൊണ്ട് തന്നെ നിറഞ്ഞിരുന്ന ഒരു സമയം തന്നെയാണ്. കൃത്യമായി ആളുകൾക്ക് വന്നു പോകാൻ കഴിയാവുന്ന രീതിയിലേക്ക് അതിനുള്ള ക്രമീകരണങ്ങളും സംവിധാനവുമെല്ലാം ഏകോപിപ്പിച്ചിട്ടുമുണ്ട്. ആലുവയിൽ നിന്ന് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജാനിപ്പോൾ ന്യൂസ് 18. കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിലിൽ വീഴ്ച സംഭവിച്ചെന്ന വിമർശനത്തിന് മറുപടിയുമായി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം. മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു കഴിഞ്ഞുവെന്നാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ വാക്കുകൾ. നേവിയും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെയുള്ള വിവിധ സേനാ വിഭാഗങ്ങൾ ചേർന്ന് ഇതിനോടകം തന്നെ തിരച്ചിൽ നടത്തിയത് 300 മണിക്കൂറിലേറെ സമയമാണ്. മുതലപ്പൊഴിയിലെ ഷിജിൻ്റെ കുടുംബത്തിനും വിഴിഞ്ഞത്തെ ജോണിൻ്റെ കുടുംബത്തിനും പരമാവധി നഷ്ടപരിഹാര തുക നൽകും. തിരച്ചിലിൻ്റെ അടുത്ത ഘട്ടം എങ്ങനെ വേണമെന്ന കാര്യം സർക്കാർ തലത്തിൽ കൂടിയാലോചിച്ച് തീരുമാനിക്കും. അപകടമുണ്ടായെന്ന് അറിഞ്ഞ സമയം മുതൽ സമയോചിതമായ ഇടപെടലാണ് ജില്ലാ ഭരണകൂടം നടത്തിയതെന്നും അനുകുമാരി ന്യൂസ് 18നോട് പറഞ്ഞു. തിരുവനന്തപുരം മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് 13 ദിവസം പിന്നിടുകയാണ്. ഊർജിതമായ തിരച്ചിലാണ് നേവിയുടെയും ഒപ്പം സ്കൂബ ഡൈവിംഗ് സംഘത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ തമിഴ്നാട് അതിർത്തി വരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ സംബന്ധിച്ച തുടർ നീക്കങ്ങൾ എങ്ങനെയാകുമെന്നത് വിശദീകരിക്കാൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി എന്നോടൊപ്പം ചേരുന്നു. മാഡം, ഹൗ ഈസ് ദ സെർച്ച് ഓപ്പറേഷൻസ് ഗോയിങ് ഓൺ റൈറ്റ് നൗ? ഓക്കെ, ഇതുവരെ നമുക്ക് ഏകദേശം 12 ദിവസങ്ങളായിട്ടുണ്ട് ഇപ്പോൾ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് നടത്തിയിട്ട്. അതിന് തൊട്ട് ശേഷം തന്നെ നമുക്ക് രാത്രി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു വിരിഞ്ഞമിനെ സംബന്ധിച്ചോളാം. സോ കേദാർനാഥ് എന്നൊരു ബോട്ട് രാത്രി 11 o'clock തന്നെ കടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. രാത്രി 11 o'clock മുതൽ മോർണിംഗ് 4 o'clock വരെ ആ ബോട്ടാണ് സെർച്ച് നടത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട അവിടുത്തെ MLA സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു, സിറ്റുവേഷനിൻ്റെ അസസ്മെൻറ്റ് ചെയ്തിട്ട് പിന്നീട് തുടരുള്ള നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുതലപുരിയിൽ കൂടി നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതിന് തൊട്ട് ശേഷം തന്നെ നമ്മൾ ആവശ്യമുള്ള മനുഷ്യസാധ്യമുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളതാണ്, ഞാൻ കൃത്യമായിട്ട് കണക്കത്തോടെ പറയാം. നമുക്ക് ഇതുവരെ ടിൽ യെസ്റ്റർഡേ ചെയ്ത റിപ്പോർട്ടാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വെസൽ നമ്മൾ പറയുമെങ്കിൽ 158 hours ഉള്ള സെർച്ച് അവർ നടത്തിയിട്ടുണ്ട്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുള്ള വെസൽ. അതുപോലെ തന്നെ റെസ്ക്യൂ ബോട്ട് മുഖേന നമ്മൾ 320 hours ഉള്ള സെർച്ചാണ് നടത്തിയിട്ടുള്ളത്. മറീൻ ആംബുലൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ 78 hours ഉള്ള സെർച്ചാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് ഇന്നലെ വരെ. കൂടാതെ ഏരിയൽ സെർച്ച് നമ്മൾ നേവി അടുത്ത് സംസാരിച്ചിട്ട് എയർ റെക്കി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നേവി പൂർണ്ണമായിട്ട് സഹായിച്ചു. 10 മണിക്കൂറിന് കൂടുതലുള്ള ഏരിയൽ റെക്കിയാണ് ഇന്നലെ വരെ നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും റൈറ്റ് നൗ ടുഡേ ഓൾസോ ദ ഏരിയൽ സെർച്ച് ഈസ് ഗോയിങ് ഓൺ. ഇനി എങ്ങനെയായിരിക്കും? അതായത് മേഡം തന്നെ പറഞ്ഞു മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന്. 12 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അവരെ ജീവനോടെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷാദൗത്യത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ കുടുംബാംഗങ്ങളുമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഓക്കെ, സോ തീർച്ചയായും ഇനിയും നമുക്ക് പറ്റുന്ന നമ്മൾ തിരച്ചിൽ തുടരൂ. ഫോർ എക്സാമ്പിൾ
തന്നെയും നമുക്ക് സ്കൂബ ഡൈവേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെയും മുദ്ലാപുരിയിൽ ഒരു ദിവസം മുമ്പെയും വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ ഞാനും ബഹുമാനപ്പെട്ട CP ജോൺ മിനിസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ രമ്യ ഹരിദാസ് MLA മാഡം കൂടി മുദ്ലാപുരിയുള്ള ഫാമിലി അടുത്ത് ഞാൻ ഉൾപ്പെടെ പോയി സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും ഇറ്റ് ഈസ് എ വെരി അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ്. ദ വൈഫ് ഈസ് ഓൾസോ വെരി യങ് ആൻഡ് there are issues which we need to address for the family. ഗവൺമെൻറ്റിന് ഭാഗമുള്ള അഡ്മിനിസ്ട്രേഷനിന് ഭാഗമുള്ള എല്ലാ സപ്പോർട്ട് നമ്മൾ അവരോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനെ സംബന്ധിച്ചുള്ള നടപടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവർ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് മാഡം. ഈ ഷിജിൻ്റെ ഭാര്യയെ ചേർത്ത് പിടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ പ്രചരിക്കുന്നുണ്ട്. അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് തരത്തിലുള്ള കുട്ടിയടക്കം ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റൈറ്റ്. സോ കുട്ടീനെ സംബന്ധിച്ചുള്ള കൂടി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവരടുത്ത് കുട്ടീനെ മെഡിക്കൽ റിഗാർഡിംഗ് ദ മെഡിക്കൽ സപ്പോർട്ട് ഫോർ ദ ചൈൽഡ് ഫുൾ support would be given from the government side എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവർക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ബി ഷോർട്ട്ലി ഡൺ. കൂടാതെ whatever maximum possible നമ്മുടെ കോമ്പൻസേഷനുള്ള കാര്യം ആൻഡ് അവരുടെ ഒരു ഡിമാൻഡ് കൂടി ഉണ്ടായിരുന്നു നമുക്ക് ഇത് 7 years ഉള്ള ലിമിറ്റ് എക്സെംപ്റ്റ് ചെയ്യണം. അത് കൂടി ഗവൺമെൻറ്റിൻ്റെ പോസിറ്റീവ് അതിന് ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം എന്ത് തരത്തിലുള്ള സാമ്പത്തിക സഹായമായിരിക്കും ആ കുടുംബത്തിന് നൽകാൻ ഇതിനോടകം തീരുമാനിച്ചിരിക്കുന്നത്? അപ്പോൾ സാധാരണഗതി പ്രകാരം നമുക്ക് നമ്മുടെ ഈ ഫിഷറീസ് വെൽഫെയർ ബോർഡിൽ രജിസ്റ്റേർഡ് ഉള്ളവർക്ക് 10 ലക്ഷമുള്ള സഹായമാണ് എപ്പോഴും പോകുന്നത്. That is through the insurance that would be there. Other than that also government is considering giving additional support. എന്തായാലും ഇത്തരത്തിലാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ ദുരന്തത്തിൻ്റെ ഇരകളായ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുണ്ടായിരിക്കുന്നത്. എന്തായാലും 13ാം ദിവസത്തിലേക്ക് തിരച്ചിൽ കടക്കുമ്പോഴും മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തുകൊണ്ട് അവരുടെ ഈ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനുള്ള നീക്കം വിവിധ സേനാ വിഭാഗങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും പുരോഗമിക്കുകയാണ്. ക്യാമറാമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. മുട്ടിൽ മരമുറി കേസിൽ ആൻഡ്രോ അഗസ്റ്റിനും ജോസ് കുട്ടി അഗസ്റ്റിനും ഇന്നലെ കോടതിയിൽ ഹാജരായി. ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചതിന് പിന്നാലെയായിരുന്നു ഈ നീക്കം. റോജി അഗസ്റ്റിൻ ഇന്നലെ ഹാജരായില്ല. ഈ മാസം 13-ന് ഹാജരാവാൻ കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.